بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الإخوة اتقوا الله. വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വിശ്വാസികളും പരീക്ഷണങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നത് ISMൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ശിഹാബ് എടക്കര അവർകളാണ്. നമുക്കറിയാം, സത്യവിശ്വാസികളാണ് എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ് നാം. പുറമെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമായി സ്വീകരിക്കുകയും അത് രണ്ടും മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുകയും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ദീനീ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്ത സ്വഹാബത്ത് എങ്ങനെയാണോ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്ന കാര്യത്തിൽ കണിശതയുള്ള സലഫികളുടെ വിഭാഗത്തിൽ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തവരാണ് നാം. ഇതിലും നമ്മൾ അഭിമാനിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങൾ, അടിസ്ഥാനപരവും ശാഖാപരവുമായ കാര്യങ്ങൾ എന്താകട്ടെ, ഇതൊക്കെ പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും അതിന് വിരുദ്ധമായി ആര് തന്നെ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ അത് ഉപേക്ഷിക്കുകയും സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങൾ മാത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് നാം. ഈ രംഗത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ചെയ്യാനുള്ളത്, വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അത് സ്വീകരിച്ച് ആചരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലായാലും ശരി, പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതെന്തായിരിക്കണം, എവിടെ നിന്ന് അത് നമ്മൾ സ്വീകരിക്കണം എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. അഖീദയുമായി ബന്ധപ്പെട്ട, അമലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വീകരിക്കുന്ന നാം അത് സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്ന കാര്യത്തിൽ വാശിയുള്ള നാം, ബാക്കിയുള്ള കാര്യങ്ങളിലും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഈ സലഫു സ്വാലിഹീങ്ങളുടെ പാത തന്നെയാണ് പിൻപറ്റേണ്ടത് എന്ന കാര്യത്തിൽ താത്വികമായിട്ട് നമുക്ക് എതിരഭിപ്രായമില്ല, തർക്കവുമില്ല. അതേ സമയത്ത് നമ്മിൽ പലരും പലപ്പോഴും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ഒരു സംഗതിയാണ് വിശ്വാസവും കർമ്മവും ആകുന്ന കാര്യങ്ങളിൽ മാത്രമേ സലഫികളുടെ പാത പിൻപറ്റേണ്ടതുള്ളൂ എന്നും അതല്ലാത്ത കുടുംബപരവും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഉണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ ഈ സലഫു സ്വാലിഹീങ്ങൾക്ക് അഖീദയും കർമ്മവും നാം സ്വീകരിക്കുന്ന
ആ രംഗങ്ങളിൽ നാം ഉറ്റുനോക്കുന്ന സലഫു സ്വാലിഹീങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നിലപാട് ഇല്ല എന്നൊരു ധാരണയിൽ അവിടെ നമ്മൾ നമ്മുടെ സൗകര്യവും നമ്മുടെ എളുപ്പവും നമുക്ക് മുതൽ മുടക്കില്ലാതെ അധ്വാനമില്ലാതെ ടെൻഷനില്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ എന്താണോ അത് സ്വീകരിക്കുന്ന ഒരു നിലപാട്, അതാണ് സ്വീകരിക്കേണ്ടത് എന്ന ഒരു തെറ്റായ ധാരണ പലപ്പോഴും നമ്മിൽ പലരെയും പിടികൂടിയിട്ടുണ്ട്. ദഅവത്ത് രംഗത്ത് ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, കുടുംബജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി, ഒരു വിഷമഘട്ടം തരണം ചെയ്യേണ്ടി വന്നാൽ നാം എന്ത് ചെയ്യണം? വിട്ടുനിൽക്കണം, മാറി നിൽക്കണം, ഇനി ഒന്നിനുമില്ല എന്ന് പറയണം എന്നിങ്ങനെയുള്ള ഒരു നിലപാട്, അതാണ് ശരി, അതാണ് ശരിയായ രീതി എന്ന് മനസ്സിലാക്കിയ പോലെയുണ്ട് പലരുടെയും പലപ്പോഴുമുള്ള നിലപാടുകൾ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതകാലം, ജീവിതം തുടങ്ങി ഇനി മലക്കുൽ മൗത്ത് അവനെ സമീപിച്ച് അവന്റെ റൂഹ് ഊരിയെടുത്ത് കൊണ്ടുപോകുന്നത് വരെ, ആ നിമിഷം വരെ പരീക്ഷണങ്ങളുടെ ഘട്ടമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് ഓടിയെത്താറുള്ളത് കടുത്ത രോഗം, അതല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി, ദാരിദ്ര്യം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ മരണം, ഇങ്ങനെയുള്ള സംഗതികളിലേക്കാണ് നമ്മുടെ മനസ്സ് എപ്പോഴും പെട്ടെന്ന് എത്താറുള്ളത്. പരീക്ഷണം എന്ന് പറയുന്നത് ഇത് മാത്രമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യം, സാമ്പത്തികമായ നല്ല അവസ്ഥ, അതുപോലെ തന്നെ നമ്മെ അംഗീകരിക്കാനും പരിഗണിക്കാനും സ്നേഹിക്കാനും നമ്മുടെ മുമ്പിൽ നിൽക്കാനും അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ നിൽക്കാനും ആളുകളുള്ള അവസ്ഥ, ഇതെല്ലാം സത്യത്തിൽ പരീക്ഷണഘട്ടം തന്നെയാണ്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പടച്ച റബ്ബ് പരീക്ഷിക്കുകയാണ് എന്നർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇതൊക്കെ പരീക്ഷിക്കാതെ മുൻകൂട്ടി അറിയാം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്ത് ചെയ്യും എന്നത് നമ്മെ പരീക്ഷിക്കാതെ തന്നെ അറിയുന്നവനാണ് അള്ളാഹു. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അപാരമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ വിചാരണ നടത്തുകയും നമുക്ക് പരലോകത്ത് നരകവും സ്വർഗവും നൽകുക എന്നതുമല്ല അവൻ സ്വീകരിച്ച രീതി. മറിച്ച് നമ്മുടെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ ഘട്ടങ്ങളിലും, സന്തോഷവേളയിലും ദുഃഖവേളയിലും നാം സ്വീകരിക്കുന്ന നിലപാടുകൾ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നാം സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ അടിസ്ഥാനമാക്കി നമ്മെ വിചാരണ നടത്തുകയും അത് നമ്മെ തന്നെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരികയും എന്നിട്ട് അർഹമായവർക്ക് നരകവും അർഹതയുള്ളവർക്ക് സ്വർഗവും നൽകുക എന്നതാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള രീതി. അതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം ഏത് രംഗങ്ങളിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നല്ല ഒരവസരം കരുണാവാരിധിയായ റബ്ബ് എനിക്ക് നൽകിയിരിക്കുകയാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രതിസന്ധി, ഈ പ്രയാസം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാവുക, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ഇഖ്ലാസ്, ഇതൊക്കെ പരീക്ഷിച്ചറിയാനും അതിനെയെല്ലാം, പരീക്ഷണങ്ങളെയെല്ലാം ഈമാൻ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും തരണം ചെയ്യാനും അങ്ങനെ പരലോകത്തേക്ക് ഇതൊരു മുതൽ കൂട്ടാക്കാനുമുള്ള നല്ല അവസരം നമ്മുടെ മുമ്പിൽ ഒരുക്കി തരികയാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അയ്യൂബ് നബിയുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആൻ അങ്ങനെയാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. അയ്യൂബ് നബി റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഘട്ടം, സന്ദർഭം നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു. ആ സന്ദർഭം നമുക്കറിയാം. കടുത്ത മാരകമായ, ഒരു നിമിഷം പോലും സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ വേദനയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ചെന്ന് കാണാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മളിങ്ങനെ ഓതിപ്പോകും. ഒരുപാട് തവണ നമ്മളത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അതുമായി ഈ ആയത്തിനെ, അയ്യൂബ് നബിയുടെ ഈ ചരിത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഈ ദുരിതഘട്ടത്തിൽ എന്നെ ഇതാ ദുരിതം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം,
അള്ളാഹു അതേ വാചകം എടുത്തുദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ ചൊരിയുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ അസഹ്യമായ, സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ രോഗം, ഏറ്റവും വലിയ പരീക്ഷണം അദ്ദേഹത്തിന് നൽകിയപ്പോഴും എന്റെ റബ്ബ് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന് പറയാൻ ഈ രോഗം, ഈ പരീക്ഷണം, അദ്ദേഹത്തിന്റെ ഈ വേദന അദ്ദേഹത്തിന് തടസ്സമായില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കി, എന്റെ റബ്ബിന്റെ പക്കൽ നിന്നും സ്വർഗം നേടാൻ ഈ പരീക്ഷണത്തെ ക്ഷമ കൊണ്ട്, എന്റെ ഈമാൻ കൊണ്ട് തരണം ചെയ്യാൻ എനിക്ക് പറ്റിയ ഒരവസരം എന്റെ റബ്ബ് എനിക്ക് എന്റെ മുമ്പിൽ ഒരുക്കി തന്നിരിക്കുകയാണ്. അള്ളാഹു എന്നോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഘട്ടത്തിലും അങ്ങനെ പറയാൻ സാധിച്ചത്. പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച സലഫു സ്വാലിഹീങ്ങളായ സച്ചരിതരായ സ്വഹാബത്തിന്റെയും ചരിത്രം ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ നമ്മളൊക്കെ പിടുത്തം വിടുന്ന എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്ന, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ കൈവിടാതെ, അവന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടാതെ അൻത അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, റഹ്മാനായ നാഥ എന്ന് പറയാൻ അവർക്കാർക്കും നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ തടസ്സമായില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് 17 പ്രാവശ്യം ഓരോ ദിവസവും നിർബന്ധമായും സത്യവിശ്വാസികളായ നാം പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസപരവും കർമ്മപരവുമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇത്തരം ഘട്ടങ്ങളിലും ഈ നേരായ മാർഗത്തിലൂടെ എന്നെ നീ നയിക്കണമേ എന്ന ഒരർത്ഥവും കൂടി ഈ ആയത്തിന്, ഈ പ്രാർത്ഥനയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു അവർക്ക്, ഒരുപാട് പരീക്ഷണങ്ങളെ. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഈ പരീക്ഷണങ്ങൾ വിശ്വാസരംഗത്ത് നിന്നും പിന്തിരിയാൻ, അതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്ന ദഅവത്ത് രംഗത്ത് നിന്നും പിന്നോട്ടടിക്കാൻ അവർക്കൊരിക്കലും കാരണമായില്ല. മറിച്ച് പരീക്ഷണങ്ങൾ മുഴുവൻ നേരിടേണ്ടി വന്നപ്പോഴും ഈ രംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലരാകാനും കൂടുതൽ സജീവമാകാനുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ മുഴുവൻ കാരണമായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവരൊക്കെ സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, പരീക്ഷണങ്ങൾ, അത് പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കലുമാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മിൽ അർപ്പിതമായിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവരുടെ പേരാണ് യഥാർത്ഥത്തിൽ സലഫികൾ എന്നത്. അവരുടെ പേരാണ് സലഫികൾ. പ്രഥമ ദൃഷ്ട്യ സലഫിയത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കുകയും എന്നാൽ ജീവിതത്തിന്റെ രഹസ്യമേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ, അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കുടുംബരംഗത്തോ വ്യക്തിപരമായോ സാമൂഹ്യ രംഗത്തോ പ്രബോധന രംഗത്തോ സംഘടനാ രംഗത്തോ നേരിടേണ്ടി വരുമ്പോൾ അവിടെ സലഫിയത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൈ നെഞ്ചത്ത് കെട്ടാൻ പ്രത്യേകിച്ച് മുതൽ മുടക്കില്ല. ഞാൻ അതിനെ ചെറുതാക്കാനല്ല പറയുന്നത്, അങ്ങനെ തന്നെ ചെയ്യണം. റസൂലുള്ളാഹി അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചതാണ്. മിമ്പറിൽ നിന്ന് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ കൈ കെട്ടണം, എങ്ങനെ കൈ ഉയർത്തണം എന്നതൊക്കെ ഖുത്ബയിൽ മിമ്പറിൽ നിന്ന് കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി സുജൂദും റുക്കൂഉം അവിടെ വെച്ച് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയും താഴെ നിന്നുകൊണ്ട് റുക്ൂ ചെയ്യേണ്ടത് ഇങ്ങനെ, സുജൂദ് ചെയ്യേണ്ടത് ഇങ്ങനെ എന്ന് കൃത്യമായി കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും വീണ്ടും മിമ്പറിൽ തന്നെ കയറി ഖുത്ബ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുവോ അപ്രകാരം തന്നെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പൊ നിസ്കാരത്തിലെ കൈകെട്ടലും കൈ ഉയർത്തലും റുക്കൂഉം സുജൂദും നിസ്സാരമായ കാര്യങ്ങളല്ല. അത് കൃത്യമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ അക്കാര്യത്തിൽ വാശിയുള്ള നാം, കണിശതയുള്ള നാം പലപ്പോഴും
പ്രബോധന രംഗത്ത് എന്തെങ്കിലും ഒരു തടസ്സമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഈ സലഫിയത്ത് മറന്നുപോകാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ രംഗത്ത് സലഫിയത്ത് മറന്നു പോകാൻ പാടില്ല. അത് നമുക്ക് കൂടുതൽ ആവേശമാകണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പണിയെടുക്കാൻ കൂടുതൽ ആവേശമാവുകയാണ് വേണ്ടത്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പിശാച് നമ്മുടെ മനസ്സിലേക്ക് പൈശാചികമായ ചിന്തകൾ ഇട്ടു തരും. നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ത്യാഗങ്ങൾ, നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത്, നമ്മൾ ചെലവഴിക്കുന്ന പണം, ഇത് കാരണമൊക്കെ പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഗുണങ്ങളെ, നന്മകളെ, നേട്ടങ്ങളെ ഇല്ലാതെയാക്കി പകരം അതൊക്കെ പരലോകത്ത് നമ്മെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ തിരിച്ചടിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാൻ നമ്മുടെ നിയ്യത്തിൽ, ഉദ്ദേശത്തിൽ കയറി ഇടപെടും പിശാച്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയൊന്നും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നതല്ലാത്ത, പരലോകത്ത് പടച്ചറബിന്റെ പ്രതിഫലം, കൂലി എന്നതല്ലാത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒരു കാരണവശാലും കയറി വരാൻ പാടില്ല. വ്യക്തിപരമായ നമ്മുടെ താല്പര്യങ്ങൾ, സംഘടനാപരമായ നമ്മുടെ താല്പര്യങ്ങൾ, അല്ലെ, പാർട്ടി സ്പിരിറ്റ് ഒരിക്കലും ദഅവത്ത് രംഗത്തോ അല്ലെങ്കിൽ മതരംഗത്തോ പ്രവർത്തിക്കുന്ന നമ്മിൽ ഒരു കാരണവശാലും ഏത് ഘട്ടങ്ങളിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും ഒരിക്കലും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ച് ഉപദേശിച്ച ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ. ആദ്യം അള്ളാഹുവിൽ ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ ആളുകളോട് പാലിക്കേണ്ട, ദഅവത്ത് രംഗത്ത് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിപ്പിച്ചു. എന്നിട്ടോ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഈ ആയത്ത്, ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഈ ഉപദേശം സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സലഫികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തൗഹീദും ശിർക്കും കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. കൃത്യമായി മനസ്സിലാക്കിയവർ. നമ്മൾ ശിർക്ക് ചെയ്യുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഏത് കൂപമണ്ടുകങ്ങൾ എവിടെ വെച്ച് ആക്രോശിച്ചാലും ശരി, അഭിമാനപൂർവ്വം നമ്മൾ പറയും, ജിന്നിനോടും മലക്കിനോടും തങ്ങളോടും ബീവിയോടും ആരോടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്ന, പ്രാർത്ഥന അടങ്ങുന്ന ഇബാദത്തിന്റെ വകുപ്പിൽപ്പെടുന്ന സഹായാർത്ഥനകളോ നേർച്ചകളോ വഴിപാടുകളോ അർപ്പിക്കുന്ന ഒരവസ്ഥ ഇന്നേ വരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതേസമയം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസാനത്തെ ഉപദേശം, മകനോട് നൽകിയ അവസാനത്തെ ഉപദേശം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ പൊന്നുമകനെ, കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അഥവാ അത് ഒരു കടുകുമണിയോളമേ ഉള്ളുവെങ്കിലും, ഒരു കടുകുമണിയുടെ വലുപ്പം നമുക്കറിയാം, അതിന്റെ മൂല്യവും അതിന്റെ വിലയും നമുക്കറിയാം, അത്രയേ ഉള്ളുവെങ്കിലും ഒരു പാപം, ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അത് ആകാശങ്ങളിലോ ഭൂമിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കെട്ടുകൾക്കടിയിലോ കൊണ്ടുപോയി സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അള്ളാഹു അത് രംഗത്ത് കൊണ്ടുവരും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അതുപോലും അള്ളാഹു രംഗത്ത് കൊണ്ടുവരും. വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഉദ്ദേശമാണ്, മനസ്സിലിരിപ്പാണ് എന്ന് കൃത്യമായി നമുക്കറിയാം. അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പക്ഷേ അത് അള്ളാഹു രംഗത്ത് കൊണ്ടുവരും. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്ന ധാരണയോടുകൂടി നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ, ചെറിയ തിന്മകൾ, അതാണല്ലോ ലുഖ്മാൻ അലൈഹി സ്വലാം മകനെ ഉപദേശിച്ചത്. അതൊരു കടുകുമണിയോളമേ ഉള്ളൂ എങ്കിലും, ഇനി ആ കടുകുമണി വലുപ്പത്തിലുള്ള കാര്യം അത് പാറക്കെട്ടുകൾക്കടിയിൽ കൊണ്ടുപോയി വെച്ചാൽ, 7 ആകാശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാൽ, ഭൂമിയിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാൽ, ഈ ഭൂമി, അതിന്റെ വലുപ്പം നമുക്കറിയാം. ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടുകുമണി എത്ര നിസ്സാരമാണ്. ആ കടുകുമണി ഈ ഭൂമിയിലുള്ള പാറക്കെട്ടുകൾക്കടിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചാലും, ആകാശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും പാറക്കെട്ടുകൾക്കടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അത് രംഗത്ത് കൊണ്ടുവരും എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? മാനസികമായ വിശുദ്ധിയും ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സൂക്ഷ്മതയും അള്ളാഹുവിന്റെ അറിവിനെക്കുറിച്ചുള്ള, അപാരമായ അറിവിനെക്കുറിച്ചുള്ള ബോധവും സ്വന്തം മകനിൽ ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കുകയാണ് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഒരു ധാരണ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം.
ഇത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരലോകത്ത് സ്വർഗം നേടാൻ നമ്മൾ ആദ്യമായി പണിയെടുക്കേണ്ടത്, നമ്മളും നമ്മുടെ കുടുംബവും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പണിയെടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. പരലോകമുണ്ട് എന്നതിന് ഉള്ള ഒരു ഭൗതികമായ തെളിവ് തന്നെയാണ് കുടുംബജീവിതം എന്നത്. നമുക്കറിയാലോ, നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ 10,000-കണക്കിന് ജന്തുജാലങ്ങൾ ജീവിക്കുന്നു. ജീവൻ അവക്കൊക്കെയുണ്ട്, ഭക്ഷണം അവയെല്ലാം കഴിക്കുന്നു, ഇണചേരുന്നു, ചേക്കേറുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ എന്താണ് മനുഷ്യനും ആ ജന്തുജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം? പരലോകമുണ്ട് എന്നതാണ്. പരലോകമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ കുടുംബമായി ജീവിക്കുന്നത്. അഥവാ കുടുംബജീവിതം നയിക്കുന്നു എന്നത് മനുഷ്യന് പരലോക ജീവിതമുണ്ട് എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ്. അല്ലെങ്കിൽ കുടുംബമായി ജീവിക്കേണ്ട ഒരു ആവശ്യമല്ല. പരലോകമില്ലായിരുന്നുവെങ്കിൽ, മരണശേഷം നരകവും സ്വർഗവും ഇല്ലായിരുന്നുവെങ്കിൽ കുടുംബമായി ജീവിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമായിരുന്നില്ല. ആ കുടുംബത്തിൽ വെച്ചാണ് പരലോകത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമോ അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളത്. അതിന്റെ ആദ്യത്തെ സ്ഥലം അത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ വേദിക്ക് നമ്മൾ കുടുംബ വിജ്ഞാന വേദി എന്ന് പേരിട്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ, ദീനിയായ പല വിഷയങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതൊക്കെ ആ വിഷയങ്ങൾ കേൾക്കുന്നത്, പഠിക്കുന്നത് ഒക്കെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് 100% റസൂലുള്ള പഠിപ്പിച്ച കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞ, എല്ലാവരും നരകത്തിലേക്കാണ് ഒരു വിഭാഗം ഒഴിച്ച് എന്ന് റസൂലുള്ള പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ തന്നെ നമ്മൾ പെടണം. പ്രത്യക്ഷത്തിൽ, പ്രഥമ ദൃഷ്ടിയിൽ സലഫിയത്തിന്റെ അടയാളങ്ങൾ മുഴുവൻ നമ്മിൽ ഉണ്ടായിരിക്കുകയും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ നിലപാട് അതല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും. പോക്കിങ്ങനെ കണ്ടാൽ ശരിയാണെന്ന് തോന്നും. തമാശക്ക് പറയാറുണ്ട്, പണ്ട് ഒരു സഹോദരൻ കറണ്ടിന്റെ ബില്ലടക്കാൻ വേണ്ടി പോയി. അപ്പൊ രണ്ട് ലൈൻ ഉണ്ട്, 2 ക്യൂ, അടുത്തടുത്ത് 2 ലൈനാണ്. അപ്പൊ രണ്ടും ഈ ഓഫീസിക്കുള്ള ലൈൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു വരിയിൽ നിന്നു. അവസാനം ചെന്ന് പൈസ കൊടുക്കാൻ നോക്കുമ്പോ അത് സ്ഥലം വേറെയാണ്. ആ വരി ചെന്ന് എത്തിയത് വിദേശ മദ്യഷാപ്പിലാ. തൊട്ടടുത്ത് അപ്പുറത്ത് എന്താണ്, കറണ്ടിന്റെ ആഫീസുമാണ്. അപ്പോ ഇങ്ങനെ അടുത്തു കൂടെ പോകണുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന വരി, നമ്മുടെ ലൈൻ ക്ലിയർ ആണോ അല്ലേ എന്ന് നമ്മൾ കൃത്യമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി ഒരു പരിശോധന നടത്താത്ത പക്ഷം നമ്മൾ വിചാരിക്കും, കറണ്ടിന്റെ പൈസ അടക്കാൻ പോയ സഹോദരൻ വിചാരിച്ചതുപോലെ ഇത് കറണ്ട് ബില്ല് അടക്കണ ഓഫീസിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അവസാന സമയത്ത് ചെല്ലുമ്പോ അവസാന സമയത്ത് മനസ്സിലാവും, ഇത് ഞാൻ വിചാരിച്ചു കൊടുത്തല്ല ഈ ലൈൻ വന്ന് അവസാനിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തമാശക്ക് പറഞ്ഞതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു തമാശയായി മാത്രം കേൾക്കേണ്ട ഒരു സംഗതിയല്ല. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരീക്ഷണ ഘട്ടങ്ങളിലുമൊക്കെ നമ്മൾ സലഫിയത്തിൽ തന്നെയാണോ ഉള്ളത്, റസൂലുള്ള പഠിപ്പിച്ച ആ ലൈനിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷണ ഘട്ടങ്ങളിലും സലഫിയത്ത് കൈവിടാതെ റസൂലുള്ള പഠിപ്പിച്ച ആ ലൈനിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ്. ദഅവത്ത് രംഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കാനും ആളുകൾ നമ്മെ വെറുക്കാനും നമ്മൾ ശിർക്ക് ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുമുള്ള കഠിനമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു CD അതിനെക്കുറിച്ച് കേൾക്കാൻ സാധിച്ചു. അതായത് ഏതോ ഒരു ഹിദായ മൾട്ടിമീഡിയ ഇറക്കിയ CD, ഞാൻ പേര് തുറന്നു പറയണത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഉമർ മൗലവി പണ്ട് പറയാറുള്ളത് പോലെ അമ്മായിമാര് മരുമക്കളെ ചീത്ത പറയണമാതിരി പേര് പറയാൻ ആവൂല എന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളിലുള്ള വാക്കുകൾ അവിടെ നിന്ന് മുറിച്ച് ഇവിടെ നിന്ന് മുറിച്ച് രണ്ടും കൂടിയും പശ ചേർത്ത് ഒട്ടിച്ച് ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുത്താൽ പലപ്പോഴും ഭയങ്കര അപകടത്തിൽ തന്നെയാണ് ഈ കൂട്ടർ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവൻ ഓടിക്കുന്ന ഒരു വണ്ടി മാത്രമല്ല അവൻ ശ്രദ്ധിക്കേണ്ടത്, എതിർഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, അതിനാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. നമുക്കെതിരെ 4 ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനും ക്ഷമയോടുകൂടി തരണം ചെയ്യാനും അള്ളാഹുവിന്റെ ദീനിന്റെ
ആദർശങ്ങളും ആശയങ്ങളും അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാതെ ഒന്നും നമ്മുടെ വകയായി വിട്ടുകളയാതെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ആ രംഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതൊരു വലിയ വിഷയമായി നമ്മൾ കാണരുത്, മറിച്ച് നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് രംഗത്ത് അവർ സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ അയവിറക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഇങ്ങോട്ടുള്ള സലഫികളായ പണ്ഡിതന്മാരും പ്രബോധകരും ഈ രംഗത്ത് സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഒരു വലിയ കൂട്ടായ്മ, ഒരു നല്ല ടീം നമ്മളുണ്ട് എന്നത് ആശ്വാസമാണല്ലോ. ഇതുപോലുമില്ലാതെ എത്രയോ കാലം തീക്ഷണമായ പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ സലഫി ആദർശം ഈ കേരളക്കരയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും ചരിത്രവും കൂടി നമ്മൾ വായിക്കുകയും പഠിക്കുകയും വേണം. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ബഹുമാന്യനായ ശിഹാബ് മൗലവി പറയും. ശ്രദ്ധയോടുകൂടി കേൾക്കണം, തീരുന്നതുവരെ ഇരിക്കണം. കേട്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നമ്മെ സഹായിക്കുകയും ഇതുപോലെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ അവൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശിഹാബ് മൗലവിയെ സാദരം ക്ഷണിക്കുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.